വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ കണ്ടാലോ. വെറൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അങ്ങനത്തെ വെറൈറ്റി അല്ലത്. ഇത് എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതി സിനിമ എന്ന് പറയില്ലേ, പ്രകൃതിയുടെ തകൃതി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന കുറച്ച് കാലം മുന്നേ വരെ ഇറങ്ങിയ ചില സിനിമകൾ ഉണ്ടായിരുന്നില്ല. അതായത് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലോട്ടായിരിക്കും. സിനിമ കഴിഞ്ഞിട്ട് എന്താ കഥ എന്ന് ഒരുത്തൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ വേണമെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കാം. അത്ര സിമ്പിൾ കഥയായിരിക്കും. പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിൻ്റെ ആ ഓരോ സീനിലുള്ള റിയാക്ഷൻ, അവരൊരു പ്രശസ്തിപ്പെടുമ്പോൾ അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷണൽ സംഭവങ്ങളായിരിക്കും മുഴുവൻ. ഇതുപോലുള്ള സിനിമകളായിരുന്നു ഈ ഹോളിവുഡിൽ ഈ 2000-2010 ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. കാരണം ഇതെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ലൈക്ക് ഒരു 1.5 മണിക്കൂറേ ഉണ്ടാവുള്ളൂ ഡ്യൂറേഷൻ. അതിലാണെങ്കിൽ വലിയ ഒരു CGI വർക്കും മറ്റേ അനിമേഷൻ അതൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിരിക്കും. ഇപ്പോഴത്തെ അങ്ങനത്തെ സിനിമകൾ ഇല്ല, ലിറ്ററലി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പം അങ്ങനെ ആകെ വരുന്നത് കുറേ ഹൊറർ മൂവീസാണ്. അല്ലാതെ വേറെ വരുന്നതൊക്കെ ഈ ഗ്രീൻ സ്ക്രീനും മറ്റേ CGI ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികളാണ് മുഴുവൻ വരുന്നത്. അപ്പം അങ്ങനെ ഫണ്ണായിട്ടുള്ള ഒരു വെറൈറ്റി സിനിമ ഞാൻ കണ്ടു. ഡിജിറ്റൽ റിലീസായിട്ടുണ്ട്, OTT ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ സെൻഡയും ബാറ്റ്മാൻ റോബർട്ട് പാറ്റിൻസണും അഭിനയിച്ച ഒരു കിടിലൻ സിനിമ. പ്ലോട്ടൊന്നും ഞാൻ പറയില്ല, കാരണം ആ പ്ലോട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അതാണ് കഥ. ഒന്നുമില്ല, ഒരു കല്യാണത്തിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ. ഡ്രാമ എന്നാണ് സിനിമയുടെ പേര്, ദ ഡ്രാമ. അപ്പോൾ അറിയാമല്ലോ, ഇഷ്ടം പോലെ ഡ്രാമയുണ്ട്. തൊട്ടൊക്കെ മുതൽ അവസാനം വരെ അതേ ഉള്ളൂ. ഫൺ വാച്ചാണ്. അവസാനം നിങ്ങൾക്ക് കരച്ചിലോ പിഴിച്ചിലോ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ആദ്യം മുതൽ അവസാനം വരെ ഫണ്ണാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ സിമ്പിളായിട്ട് കാണാൻ ആകെ 1.5 മണിക്കൂറുള്ളൂ. ഇറ്റ്സ് വെരി ഈസി വാച്ച് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം.